നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായിട്ടുള്ള 3 സെഷനുകളിലെ ഇടിവിന് ശേഷം ഇന്ന് വിപണികൾ വളരെ ശക്തമായി തന്നെ തിരിച്ചു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഇടിവിലേക്ക് പോയ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെന്റുകളിൽ ഒരു തിരിച്ചുവരവ് കണ്ടു. മൂലധന വസ്തുക്കൾ, ലോഹങ്ങൾ, ഓട്ടോ, ഊർജ്ജ ഓഹരികൾ തുടങ്ങിയവയിൽ ശക്തമായിട്ടുള്ള ബൈയിങ് കണ്ടു. അതിൽ ഓട്ടോ, മെറ്റൽസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയവ 1% നേട്ടമുണ്ടാക്കി. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ നല്ല ബൈയിങ് കാണിച്ച ചില സ്റ്റോക്കുകൾ, അതിൽ ഒന്ന് വോഡാഫോൺ ഐഡിയ ആയിരുന്നു. ഏറെ കാലമായിട്ട് ഒരു ഇടിവിനൊക്കെ ശേഷം 2024 സെപ്റ്റംബറിന് ശേഷമുള്ള ഒരു ഉയർന്ന നിലയിലാണ് വോഡാഫോൺ ഐഡിയ എത്തിയത്. 5% നേട്ടം സ്റ്റോക്ക് ഉണ്ടാക്കി. 2-3 കാരണങ്ങൾ കൊണ്ടാണ് സ്റ്റോക്ക് ഉയർന്നത്. ടെലികോം മേഖലയിൽ വരാനിരിക്കുന്ന താരിഫ് വർധനവ് ഒരു കാരണമായി. കൂടാതെ പ്രവർത്തനം മെച്ചപ്പെടുന്നുണ്ട്. കൂടാതെ കടം കുറയ്ക്കലിൽ ഒരു പുരോഗതി കാണുന്നതും സ്റ്റോക്ക് ഉയരാൻ കാരണമായി. മറ്റൊരു നേട്ടം കൈവരിച്ച സ്റ്റോക്ക് ശക്തി പമ്പ്സ് ആയിരുന്നു. 408 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ സർക്കാരിൽ നിന്ന് ലഭിച്ചതിന് ശേഷമാണ് സ്റ്റോക്ക് ഉയർന്നത്. മറ്റ് ശ്രദ്ധേയമായ ചില സ്റ്റോക്കുകൾ നോക്കാം. ഒന്ന് DCM ശ്രീരാമാണ്. മെച്ചപ്പെട്ട രാസവസ്തുക്കളുടെ വിലയും PVC ക്ലോർ ആൽക്കലിയുടെ വിഭാഗത്തിലെ പോസിറ്റീവ് വീക്ഷണവും കാരണം സ്റ്റോക്ക് ശക്തി കാണിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ ആയിരുന്നു. ആഗോള സ്റ്റീൽ വിലയിലെ വർധനവ് കാരണം ടാറ്റ സ്റ്റീൽ ഏകദേശം 2.5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് എന്ന കമ്പനി. ശക്തമായിട്ടുള്ള EV അനുബന്ധ ഓർഡറുകൾ കാരണം സ്റ്റോക്ക് 2.5% ഉയർന്നു. ഇന്നലെ US ഫെഡറൽ റിസർവിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ US മാർക്കറ്റുകൾ ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ഇന്ത്യൻ വിപണിക്കും ഒരു ശക്തി പകരാൻ US മാർക്കറ്റുകൾക്ക് കഴിഞ്ഞു. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചില സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂ നമുക്കൊന്ന് നോക്കാം. ആദ്യം ABB ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോട്ടം റിവേഴ്സലിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വോളിയത്തിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. കൂടാതെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന് സമാനമായ പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 4970 ആണ്. 2025 ഫെബ്രുവരിയിലും കൂടാതെ 2025 ഏപ്രിൽ, സെപ്റ്റംബർ, നവംബർ തുടങ്ങിയ മാസങ്ങളിൽ ഇതേ ലെവലിൽ നിന്ന് ഒരു ബൗൺസ് ബാക്ക് നിഫ്റ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ് ഈ 4970 എന്ന് പറയുന്നത്. ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മറ്റൊരു സ്റ്റോക്ക് Paytm ആണ്. 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺ സൈഡിലെ ചില ലെവലുകൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1125 ആണ്. ഇനി ഒരുപക്ഷെ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൻ്റെ അപ്പർ എൻഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഏതായാലും സ്റ്റോക്കിൽ ഒരു ബിയറിഷ് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കിലേക്ക് വരാം. അതിന് മുന്നേ ആയി ആരെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതാ ഒരു മാസം 799 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതേസമയം നിങ്ങൾ 3 മാസത്തേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1299 രൂപയ്ക്ക് 55% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഏതെങ്കിലും സ്റ്റുഡൻസിന് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് സാംഹി ഹോട്ടൽസ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. സ്റ്റോക്ക് ഒരുപാട് തവണ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തിയതിനു ശേഷം നല്ല ബൗൺസ് ബാക്കാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ ഇതേ സോണിലെത്തിയ ഈ സ്റ്റോക്ക് ഏകദേശം 20% അടുത്തുള്ള ഒരു നേട്ടമാണ് അതിനുശേഷം നൽകിയത്. വീണ്ടും നവംബർ 2024 സ്റ്റോക്ക് ഇതേ സോണിലെത്തിയതിന് ശേഷം ഏകദേശം 18% ഒരു റിട്ടേൺ നൽകി. പിന്നീട് വീണ്ടും 2025 മെയ് മാസത്തിൽ സ്റ്റോക്ക് ഈ ലെവലിൽ എത്തിയതിനു ശേഷം ഏകദേശം 40% ഒരു നേട്ടം കിട്ടുകയുണ്ടായിരുന്നു. ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയ ഒരു ഇടിവും നമുക്ക് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളും നമ്മളിവിടെ പറഞ്ഞു പോവുകയുണ്ടായി. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.